നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യാത്രയിലെ MTയുടെ രണ്ടാമത്തെ സഫാരിയാണ്. കാക്കനക്കോട്ടയുടെ ആ പച്ചപ്പിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുവരുവാണ്. കാഴ്ചകൾ കാണുക. HD കോട്ടയിൽ നിന്ന് ദമ്മനക്കട്ട സഫാരി പോയിന്റിലേക്കുള്ള യാത്ര ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള യാത്ര അവസാനിക്കുന്നത് കാക്കനക്കോട്ടയിലെ ആ കാടുകളിലാണ്. സ്ഥിരം പതിവുകൾ തുടരുന്നു. ഈ കാടുകൾ തന്നെ എന്തിനു കയറുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 400 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞാനിവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വനപ്രദേശം ഓടിക്കയറി പോരുന്നതുമല്ല എന്ന് കൃത്യമായി പറയട്ടെ. ഇവിടെ മുടക്കുന്ന പണം ഉണ്ടെങ്കിൽ നോർത്തിലെ കാടുകൾ ഉൾപ്പെടെ നമുക്ക് കയറുവാനും സാധിക്കും. എന്നാലും ഈ കാടുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നതാണ്. സഫാരി ടിക്കറ്റ് പോയിന്റിൽ എത്തുമ്പോൾ പുതിയ 3 വണ്ടികൾ തയ്യാറായി നിൽക്കുന്നു. ബസ്സുകൾക്കുള്ള ടിക്കറ്റ് മുൻപ് ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. മുൻ സീറ്റിൽ തന്നെ ഇടം പിടിച്ചു. സാരഥി നരസിംഹനുമായി സംസാരിച്ച് കാട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാക്കനക്കോട്ടയുടെ കവാടം കടക്കുമ്പോൾ മുന്നിലുള്ള ചെറിയ ഗേറ്റുകൾ മലർക്കെ പിടിച്ച് ഫോറസ്റ്റ് ഗാർഡ്. ഈ ഗേറ്റ് ഇല്ല എങ്കിൽ കേരളത്തിൽ നിന്നുള്ള വണ്ടികൾ ഈ കാട്ടുവഴിയിൽ കൂടെ നേരെ പോയി MM റോഡിൽ എത്തുമായിരുന്നു. MM റോഡ് വഴി ബാവലി പിടിക്കും. കേരളത്തിലേക്കുള്ള പഴയ വഴിയാണിത്. ദമനക്കട്ടയിൽ സഫാരി വന്നത് മുതലോ വന്യജീവി സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ടോ ആവാം MM റോഡ് എന്ന ബാൽക്കണി കാഴ്ചയുള്ള പബ്ലിക് റോഡ് അടച്ചത്. ഇപ്പോൾ ഇതിന് പുറകിലുള്ള ഒരു ഗ്രാമപ്രദേശം വഴിയാണ് റോഡ് പണിതിരിക്കുന്നത്. അതിൽ കുറച്ച് ദൂരം ഓടി വീണ്ടും ഈ കാടിൻ്റെ മറ്റൊരു വശത്തുകൂടി തന്നെയാണ് ഈ റോഡ് പോകുന്നത്. കാഴ്ചയിൽ മയിലും കാട്ടുകോഴിയും കബനിയിലെ സുന്ദരൻ കൊമ്പനുമെല്ലാം ഉണ്ട്. മയിലിനെയും കാട്ടുകോഴിയെയും പകർത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ കൊമ്പൻ തിരിഞ്ഞുള്ള നിൽപ്പാണ്. അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള കൊമ്പൻ്റെ കാഴ്ച സുന്ദരമായിരുന്നു. അവ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ വനപ്രദേശത്തെ എത്ര കണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നറിയില്ല. കേരളത്തിൻ്റെ അതിർത്തി ജില്ലയിലെ ഈ വനപ്രദേശത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും പോലും ആളുകൾ അനവധി എത്താറുണ്ട്. അതിന് പ്രധാന കാരണം ഈ വനപ്രദേശത്ത് കടുവകളെ കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഏകദേശം 20 കടുവകൾക്ക് മുകളിൽ ഈ വനപ്രദേശത്തിൻ്റെ പല ഭാഗത്തായി ഉണ്ട്.
പുള്ളിപ്പുള്ളികളുടെ കാടെന്ന് വിശേഷിപ്പിക്കുന്ന കാക്കനക്കൊട്ട പിന്നെ കടുവകളുടെ സ്വന്തം കാടായി മാറി. കരിമ്പുലിയും കാട്ടുപോത്തും മാനയും കരടിയും കാട്ടുനായും ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെ വസിക്കുന്നു. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അനുസരിച്ച് കാഴ്ചയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊഴിച്ചാൽ വനസഞ്ചാരികൾക്ക് ഈ വനപ്രദേശം സ്വപ്നഗേഹമാണ്. അവധി സമയങ്ങളിൽ കുട്ടികളുമായും കുടുംബവുമായും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അനവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. കൊമ്പൻ തിരിഞ്ഞു വന്നു. അവൻ്റെ കാഴ്ചകൾ പകർത്തുമ്പോൾ മുന്നിൽ എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡ്രൈവർ നരസിംഹൻ്റെ ഫോണിൽ വിളി വന്നിരിക്കുന്നു. കൊമ്പനെ അവിടെ നിർത്തി വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ എവിടെയൊക്കെയോ വീണ്ടും നിലവിളികൾ ഉയരുന്നു. മാൻകൂട്ടങ്ങളാണ്. പല സ്ഥലത്തായി കൂട്ടമായി മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കടന്നു ചെല്ലുമ്പോൾ ചെറുതെങ്കിലും ഭൂമിയിലെ ഏറ്റവും ക്രൂരജീവി മുന്നിൽ. അവ വിശ്രമിക്കുകയാണ്. പല സ്ഥലത്തായി മാറി മാറി അവ കിടക്കുന്നുണ്ട്. ചിലത് നമ്മളെ തലപൊക്കി നോക്കുന്നുമുണ്ട്. കാട്ടുനായ്ക്കളുടെ സാന്നിധ്യം മാനുകളെ കുറെ ദൂരത്തേക്ക് അകറ്റി എന്നതാണ്. വയറ് നിറഞ്ഞ് സുഖമായിട്ടുള്ള വിശ്രമത്തിലാണ് അവ. മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ഒരു കൊല നടന്നിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സാധു ജീവിയെ അകത്താക്കിയിട്ടുമുണ്ടാകാം. അതിനുശേഷമുള്ള പള്ളി മയക്കത്തിലാണിവ. ഇവയുടെ സാന്നിധ്യം സ്ഥിരമായി കാണാറുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഇവയുള്ളത്. ഈ സ്ഥലങ്ങളിൽ മാനുകളുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ്. അത് തന്നെയാമ ഇവയെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ പ്രധാന കാരണവും. അവയുടെ ഉറക്കം കുറേ സമയം പകർത്തി വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ ലങ്കൂറുടെ സാന്നിധ്യം മുന്നിൽ. അവയെ കടന്ന് മുന്നോട്ട് ചെന്നത് നമ്മുടെ എം റോഡിലേക്ക് തന്നെയായിരുന്നു. ദൂരെ നിന്നുകൊണ്ട് തന്നെ കണ്ടു കാട്ടുപോത്തുക്കൾ മുന്നിൽ. സമയം കഴിയാറായിരിക്കുന്നു. വഴിയുടെ രണ്ടു വശത്തും കിടിലൻ മുതലുകളുണ്ട്. അവയെ ആവോളം പകർത്തുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം മുഴുവൻ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
ഈ സമയം കടുവയും പുള്ളിപ്പുലിയും പോലുള്ള എല്ലാ മൃഗങ്ങളും ഇറങ്ങി വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും മുന്നിലെ കാഴ്ചകൾ ഒട്ടും തന്നെ കളയാതെ പകർത്തി. സഫാരി അവസാനിച്ച് ദമ്മനക്കട്ട സഫാരി പോയിന്റിലേക്ക് പലപ്പോഴും നമ്മൾ മടങ്ങുന്നത് MM റോഡ് വഴി തന്നെയാണ്. താറിട്ട റോഡ് വഴി വണ്ടി കയറുമ്പോൾ ഇരുവശങ്ങളും പകർത്തുന്ന പതിവുണ്ട് എനിക്ക്. കാക്കനക്കൊട്ട വനത്തിൻ്റെ സൗന്ദര്യം ഈ വഴികളിലുണ്ട്. കാടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് കൊണ്ടാകാം പല കാഴ്ചകളും കാട് മറയ്ക്കുന്നുണ്ട്. ഫയർ ലൈൻ വെട്ടിക്കഴിഞ്ഞാലുള്ള സമയത്താണ് ഇവിടുത്തെ കാഴ്ചകൾ കൃത്യമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വനപ്രദേശത്തെ വന്യജീവികളെ കാണുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടുകൾക്കിടയിൽ ആ മഞ്ഞയിൽ കറുത്ത വരകളുള്ള ജീവിയെ കാണുവാനും സാധ്യത കുറവാണ്. കഴിഞ്ഞ യാത്രയിൽ 13 കടുവ കാഴ്ചകൾ സമ്മാനിച്ച ഈ വനപ്രദേശം ഇന്നും കടുവ കാഴ്ചകൾ മറച്ചു എന്നതാണ്. തൊട്ടടുത്ത് പതുങ്ങിക്കിടക്കുന്ന ആ കാഴ്ചയിലേക്ക് നമുക്ക് വീണ്ടും കാട് കയറാം. നിരാശകളില്ലാതെ ഈ കാടിനെ ആസ്വദിക്കാം. കാഴ്ചയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കൃത്യമായി അറിയിക്കുകയും ചെയ്യുക. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTA.